കുരങ്ങൻ പഠിച്ച പാഠം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചോട്ടുകുരങ്ങന്റെ കഥയാണ്. പൂഞ്ചോലക്കാട്ടിലാണ് ചോട്ടുവിന്റെ താമസം. കാട്ടിനുള്ളിലെ വലിയ വലിയ മരങ്ങൾക്കിടയിലൂടെ ചാടിക്കളിക്കാൻ അവന് ഒത്തിരി ഇഷ്ടമാണ്. ഒരു ദിവസം അവൻ അങ്ങനെ മരങ്ങൾക്കിടയിലൂടെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചോട്ടുവിന്റെ കൈ വഴുതി താഴേക്ക് വീണു. വീണതോ വേട്ടക്കാർ കുഴിച്ച കുഴിയിൽ. കുഴിയിൽ വീണ ചോട്ടുവിന്റെ ബോധം പോയി. ബോധം വന്നപ്പോഴോ അവൻ പേടിച്ചു പോയി. എന്റെ ദൈവമേ, വേട്ടക്കാർ എപ്പോൾ വരുമെന്ന് അറിയില്ലല്ലോ. അവർ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്തെങ്കിലും വഴി നോക്കണമല്ലോ. അവൻ മുകളിലേക്ക് നോക്കി. അതാ അടുത്തുള്ള മരക്കൊമ്പിൽ ഇരിക്കുകയാണ് വാലാട്ടിക്കിളി. അവൻ ഉറക്കെ വിളിച്ചു, വാലാട്ടിക്കിളി, വാലാട്ടിക്കിളി, എന്നെ ഒന്ന് രക്ഷിക്കാമോ? ഞാൻ കളിക്കുന്നതിനിടയിൽ ഈ കുഴിയിൽ വീണുപോയി. വേട്ടക്കാർ വരുന്നതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ അവരെന്നെ പിടിച്ച് ഏതെങ്കിലും സർക്കസുകാർക്ക് കൊടുക്കും, തീർച്ചയാ. ഇത് കേട്ട് വാലാട്ടിക്കിളി പറഞ്ഞു, ഓ, നിന്നെ രക്ഷിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാനൊരു ചെറിയ പക്ഷിയല്ലേ, എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാനൊന്നും പറ്റില്ല. ഇത്രയും പറഞ്ഞ് പക്ഷി അവിടെ നിന്നും പറന്നുപോയി. അടുത്തതായി അവിടേക്ക് വന്നത് ഭീമൻ കരടിയായിരുന്നു. ഭീമൻ കരടിയോട് ചോട്ട് പറഞ്ഞു, എന്റെ പൊന്നു ഭീമൻ ചേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്ക്. ഞാൻ ഈ കുഴിയിൽ വീണു പോയി. പുറത്തു വരാൻ കഴിയുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യുവോ? ഇത് കേട്ട ഭീമൻ കരടി പറഞ്ഞു, എന്റെ ചോട്ടുകുരങ്ങ, എനിക്ക് ഒട്ടും സമയമില്ല. ഏഴുമലക്കാട്ടിൽ മുത്തച്ഛൻ കരടി എല്ലാവർക്കും തേൻ കൊടുക്കുന്നുണ്ടത്രേ. പെട്ടെന്ന് പോയാലേ തേൻ കിട്ടൂ, അല്ലെങ്കിൽ അതെല്ലാം തീർന്നു പോകും. എന്തായാലും വേട്ടക്കാർ ഇനി നാളെ രാവിലെയല്ലേ വരൂ. അതിനു മുമ്പ് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നിന്നെ ഞാൻ രക്ഷിക്കാം. ഇത്രയും പറഞ്ഞ് ഭീമൻ കരടി അവിടെ നിന്നും പോയി. പാവം ചോട്ടു, അവന് സങ്കടം വന്നു. അതുവഴി പോയ പല മൃഗങ്ങളോടും അവൻ സഹായം ചോദിച്ചു. പക്ഷേ എല്ലാവരും തിരക്കിലായിരുന്നു. എല്ലാവരും എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവിടെ നിന്നും പോയി. ഇനി ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് കിട്ടുവിന് തോന്നി. അവൻ വിചാരിച്ചു, ഭീമൻ കരടിയെയോ മറ്റു മൃഗങ്ങളെയോ ആശ്രയിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. രക്ഷപ്പെടാനുള്ള വഴി സ്വയം കണ്ടെത്തുന്നതാണ് നല്ലത്. ആരെങ്കിലും വന്ന് സഹായിക്കുന്നതും കാത്തിരുന്നാൽ വേട്ടക്കാർ പിടിച്ചുകൊണ്ടുപോകും. അത്ര തന്നെ. അവൻ കുഴിയുടെ ചുറ്റും നോക്കി. വലിയ കുഴി തന്നെയാണ്. ആനയെയോ മറ്റോ പിടിക്കാൻ കുഴിച്ചതാണെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് കുഴിയിലേക്ക് ഞാണ്ടുകിടക്കുന്ന കുറച്ച് വള്ളികൾ അവൻ കണ്ടത്. ശ്ശടാ, ഇത്ര നേരമായിട്ടും ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ, അവൻ മനസ്സിലോർത്തു. എന്നിട്ട് പതിയെ പതിയെ വള്ളികൾ പിടിച്ച് മുകളിലേക്ക് കയറി. അങ്ങനെ ചോട്ടുകുരങ്ങൻ മുകളിലെത്തി. അവന് സന്തോഷമായി. ഹാവും, എന്തായാലും വേട്ടക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ, അവൻ വിചാരിച്ചു. സന്തോഷത്തോടെ പാട്ടും പാടി അവൻ വീട്ടിലേക്ക് പോയി. കൂട്ടുകാരെ, ഒരു പ്രശ്നം വന്നാൽ അതിന്റെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓരോ പ്രശ്നം വരുമ്പോഴും അത് പരിഹരിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് മുമ്പ് അത് സ്വയം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.